സ്വപ്നം കൂടുന്ന സ്ഥാപനവും സ്വപ്നധര എന്ന സ്ഥാപനം രണ്ടും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ആയിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളാണ്. രണ്ടും കൂടെ ചേർന്നാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്തുന്നത്. ഇതിന് ഗോത്രസഞ്ചലനം എന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. ഗോത്രസഞ്ചലനം എന്ന് പറഞ്ഞാൽ ഗോത്രവർഗത്തിലുള്ള ആൾക്കാരെ പോയി കണ്ട് അവർക്ക് വേണ്ട ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ കുറിച്ച് ഉദ്ധരിക്കാൻ അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം. ഇത് ഞങ്ങൾ കേരളത്തിലുടനീളമുള്ള എല്ലാ ഗോത്രവർഗ്ഗങ്ങളിലും പോയി ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം 18 കഴിഞ്ഞു, ഇത് 19ാമത്തെ പ്രോഗ്രാമാണ്. അതിൽ ഞങ്ങളിൽ കഴിയുന്ന അരിയെ തുണിയെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൊണ്ടുകൊടുക്കുന്നത്. നമ്മളിൽ കഴിയുന്ന സാധനങ്ങൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊരു വാടക കെട്ടിടത്തിൽ 3 വാടക കെട്ടിടത്തിലാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, സ്വപ്നക്കൂട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിപ്പം വസ്തു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫൗണ്ടേഷൻ വരെ ആയി. പക്ഷേ ഇതുവരെ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരാൾ ഇച്ചിരി സ്ഥലം തന്നു, ഒരു വീടും ചെറിയ വീടും കൂടെ തന്നു. ആ വീടും ഇതിനു വേണ്ടി പറ്റത്തില്ല, നമുക്ക് അവിടെ വേറെ പണിയേണ്ടി വരും. എന്നാലും അങ്ങനൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്ന അവരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയും അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ഇത് ഓരോ ഗോത്രവർഗത്തിലും പോകുന്ന അവരുടെ എല്ലാം പ്രാർത്ഥനയോടൊപ്പം അവർക്ക് വേണ്ടുന്ന ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇനിയും സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വപ്നധര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സ്വപ്നക്കൂട് സംഘടിപ്പിക്കുന്ന ഗോത്ര സഞ്ചലനം 19ാം ഘട്ടം കുരിയോട്ടുമല ട്രൈബൽ ഊരിൽ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ആറമടയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വപ്നക്കൂട് അഭയകേന്ദ്രം സ്വപ്നധര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ആശുപത്രികളിലെ നിരാലംബരായ രോഗികൾക്ക് ചികിത്സാ സഹായം, മരുന്ന്, ഭക്ഷണം എന്നിവ എത്തിക്കുക, ഗോത്രമേഖലയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് വസ്ത്രവും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന ഗോത്ര സഞ്ചലനം എന്ന പരിപാടിയുടെ 19ാം ഘട്ടമാണ് കൊല്ലം ജില്ലയിലെ പിറവന്തൂർ പഞ്ചായത്തിലെ മുക്കടവ് വാർഡിലെ കുരിയോട്ടുമല ഊരിൽ സംഘടിപ്പിച്ചത്. സ്വപ്നധര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് PB ഹരിദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വപ്നക്കൂട് പ്രസിഡന്റ് ഡോക്ടർ രമണി നായർ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര മുൻ MLA P ഐഷ പോറ്റി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ ഭാഗമാണ് ഞാൻ. പണ്ട് 2000 മുതൽ 2005 വരെ ജില്ലാ പഞ്ചായത്തിലായിരുന്നു. അതിൽ കുറെ നാള് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അന്നും ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ജില്ലയിൽ എത്താത്ത ഒരു സ്ഥലവും ഇല്ല അന്ന്. അപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അന്നാണ് 100 ഏക്കർ സ്ഥലം, അന്ന് UDF ഗവൺമെന്റിന്റെ കാലത്താണ് 100 ഏക്കർ സ്ഥലം ഈ വിഭാഗങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തിട്ടുള്ള. 267 ഏക്കർ ഉള്ളായിരുന്നത് 100 ഏക്കറാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയാണ് കുരിയോട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാം എന്ന് പറഞ്ഞ് അത് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ അതില് വളരെ താഴേക്ക് പോയി അടച്ചുപൂട്ടാൻ പോവാണെന്ന് പറഞ്ഞതിനെ ആ 2.5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ കുടുംബശ്രീയുടെ ട്രെയിനിങ് സെന്ററും 167 പശുക്കളെ, ആട് വളർത്തല്, കോഴി വളർത്തൽ ഉൾപ്പെടെ പാല് വിൽക്കാനുള്ള ഒരു ഔട്ട്ലെറ്റും കൂടെ ആക്കിയിട്ടായിരുന്നു ഞങ്ങൾ അന്ന് ഇറങ്ങിയത്. വസ്ത്ര വിതരണ ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല നിർവഹിച്ചു. കഴിയുന്നത്ര സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്വപ്നധര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടുകൂടി സ്വപ്നക്കൂട് എന്ന സംഘടന ഇത്തരത്തിൽ പരിപാടി നടപ്പിലാക്കുന്നത് തീർച്ചയായും മാതൃകാപരമാണ്. ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ കുരിയോട്ടുമല പ്രദേശത്ത് ഏറെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഇത്തരത്തിൽ സഹായവുമായി വന്നിട്ടുള്ള ഇവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥാണ്. കൊല്ലം ജില്ലാ DMO ഓഫീസിൽ നിന്നും പ്രോഗ്രാം ഓഫീസറായി വിരമിച്ച KA അബ്ദുൽ അസീസ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A നജീബ് ഖാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെസി തോമസ്, വാർഡ് മെമ്പർ അജികുമാർ, എഴുത്തുകാരനും സംവിധായകനുമായ സുവചൻ, കവിയും മാധ്യമപ്രവർത്തകനുമായ ഫിർദൌസ് കായൽപ്പുറം, MR ആനന്ദ്, MJ പ്രസാദ്, പ്രദീപ് അങ്ങാടിക്കൽ, രാജു മണക്കാട്, യസക്കി മൂപ്പൻ, വിജി, ചിഞ്ചു, നീതു, രജനി, സുജിത, രാജൻ പൊയ്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സഞ്ചലനം എന്ന പരിപാടി നമ്മുടെ സ്വപ്നക്കൂട്
സ്വപ്നധാര ചാരിറ്റബിൾ ട്രസ്റ്റും നടത്തുന്ന 19ാമത് പരിപാടിയാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഞങ്ങൾ ഈ സംഘടന ചെയ്യുന്നത്. ഇതിനോട് സമൂഹത്തിൽ നിന്നുള്ള ധാരാളം ആൾക്കാരുടെ പിന്തുണയുണ്ട്. തികച്ചും ജനങ്ങളുടെ സഹായ സഹകരണത്തോടാണ് ഞങ്ങൾ ഈ സംഘടന, ഈ സ്ഥാപനം ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇനി അടുത്തുള്ള 20ാം ഘട്ടം അതിവിപുലമായി തിരുവനന്തപുരത്ത് നടത്താനുള്ള പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. Tradition meets legacy. Radha's Punal